Hello and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനായിട്ടുള്ള ഒരു ഉഗ്രൻ ഹെയർ ഹാക്ക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് ജീവനില്ലാതെ ഇരിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ദേഹത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങളുടെ ഇംബാലൻസ് കാരണം, ആഹാരം ശരിയായിട്ട് കഴിക്കാത്തത് കാരണം, അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും, പിന്നെ നമ്മുടെ വെള്ളം, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഷാംപൂസ്, ഇതുപോലത്തെ പല പല കാരണങ്ങളുണ്ട് നമ്മുടെ മുടി ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും ജീവനില്ലാതെ ഇരിക്കാനായിട്ടും പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളല്ലാതെ വേറൊരു കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ അടിഞ്ഞു കൂടുന്ന ഡെഡ് സ്കിൻ സെൽസ് ആണ്. ഡെഡ് സ്കിൻ സെൽസ് കൂടുതലായി കഴിഞ്ഞാൽ മുടി വളരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന എണ്ണയായാലും ഹെയർ പാക്ക് ആയാലും നമ്മുടെ വേരിൽ പോയി ചേരാതെ ഫോളിക്കിൾസിൽ പോയി അബ്സോർബ് ആവാതെ ഇരിക്കാനായിട്ട് ഈ ഡെഡ് സ്കിൻ സെൽസ് കാരണമാവും. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സ്കാൽപ്പ് സ്ക്രബ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരാനായിട്ട് വളരെ സഹായിക്കുകയും, അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റ് ആയാലും എണ്ണയായാലും പാക്ക് ആയാലും നമ്മുടെ വേരിൽ പോയിട്ട് അത് അബ്സോർബ് ആവാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു റെമഡിയാണ് ഇത്. റെമഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാക്കാണ് ഇത്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലൊരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോവാണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ആയിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം. ഒരു ബൗളിൽ നിങ്ങൾ തല കഴുകാൻ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അതെടുത്ത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ നീളത്തിനും തിക്നെസ്സിനും അനുസരിച്ച് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂൺ ഷുഗർ അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ മാത്രം മതി, അതിന് കൂടുതൽ ചേർക്കേണ്ട. ഷുഗർ ചേർത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടി കൊഴിയുന്നുള്ള പേടിയൊന്നും വേണ്ട. മുടി കൊഴിയില്ല. അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെമഡിയാണ്. തീർച്ചയായിട്ടും മുടി കൊഴിയില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗറിൽ കുറച്ചുകൂടി നല്ല ന്യൂട്രിയൻസും ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും വളരെ നല്ലതാണ് സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷാമ്പു ഇടുന്ന പോലെ തന്നെ തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ജെന്റിൽ മസാജ് കൊടുത്ത് കുറച്ച് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ മുടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ മുന്നത്തെ ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം നല്ല മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ അത്രയല്ലോ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു ഓൾ.